ഹലോ ഗൈസ്, ഞങ്ങളുടെ പാലക്കാട് മണപ്പുളി വേലയാണ്. അപ്പം മണപ്പുളി വേലയായിട്ട് നമ്മുടെ അവിടെ അവിയൊക്കെ ഇടും. അപ്പം അമ്മ അതിന് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടാ. ഇതാണ് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മ. പിന്നെ അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. എന്താ അമ്മ ഉണ്ടാക്കണേ? കടുമത്ര പായസം. പായസം, സാമ്പാർ, ഇതെന്താണ്, പയറുപ്പേരി, അവിയല്, ചോറൊക്കെ ആയില്ലേ? ഇനി എന്താ പരിപാടി? പൂജ കഴിക്കണ? പൂജ എപ്പോഴാണോ കഴിക്കണത്? സമയം 10:30. സത്തേ, ചൊട്ടുമണി എവിടെടാ? തുന്തിരി എവിടെടി? കുഞ്ചിരി. അപ്പുറത്ത് മാമൻ ഇരിക്കുകയാണ്. അമ്മന്റെ അനിയനാണേ. വേലയല്ലേ, എന്താ ചെയ്യാന്നറിയില്ല. മാമ, എന്താ മാമ വേലയായിട്ട് പരിപാടി? ഇത് ഞങ്ങളുടെ തറവാട് വീടാണ് കേട്ടോ. ഇറച്ചി വാങ്ങിട്ട് വരാൻ പറയണം, അതാണ് നേരെ വിളിക്കുന്നത്. ഞാൻ വാങ്ങിട്ട് വരാ. എന്താണ് വേലയായിട്ട് പറ. എന്താണ് വേലക്ക് നമ്മുടെ അവിടെ പരിപാടി? വേഷമാ? വണ്ടി വേഷമല്ലേ? നമുക്ക് മാൻ പോണ്ട. അയ്യോ, വേറെന്താ പരിപാടി? ഓ, കള്ളു കുടി. നടക്കണേ നടക്കണേ. വീഡിയോ എടുക്കണം മാമ. പാലക്കാട് മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയണ്ടേ. ഇങ്ങനെ എന്താ പറയാ, ചുട്ടിട്ട് പൂജ കഴിക്കാൻ സമയത്ത് വെക്കണം അല്ലേ മാമ? ഇറച്ചി വാങ്ങണ്ടേ? ആവൂ, ഞാനിപ്പോ പോകാൻ നിക്ക്. ഇത് ഒന്ന് എടുക്കട്ടെ, വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ലേ വന്നത്. ഞാനിപ്പോ പോവാ. അങ്ങനെ ഞങ്ങള് പൂജ കുറച്ച് വൈകി. 11:15 ചെയ്യണ്ട്. 11:30 കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മള് വാഴയിലൊക്കെ വെച്ച് പൂജ. ഓ, ദാ മേമ വന്നു ഗൈസ്. മേമേ, എന്താ വൈകിയിരിക്കണേന്ന്? ബസ് പോയാ? ബസ് പോകാൻ മാത്രം എന്ത് ചെയ്തു വീട്ടില്? 1 മണിക്കൂറായി. മേമ സമയം വൈകി. അങ്ങനെ പൂജാ കാര്യങ്ങൾ സെറ്റായി. മേമന്റെ പേര് വനിത, എൻ്റെ അമ്മന്റെ പേര് വസന്ത കേട്ടാ. അതെന്റെ മാമൻ 4-മത്തെയാണ്. മാമന്റെ പേര് സുഭാഷ്. അല്ലേ മാമ? അല്ലേ? കുടുക്കോള് കിട്ടാണ്ട് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ഹായ് പറ മാമ. ഇറച്ചി വാങ്ങിയാ പറയണ്ട. പൂജ കഴിഞ്ഞിട്ട് പോയി വാങ്ങിട്ട് വരാന്ന്. പക്ഷെ കാറ്റ് സമ്മതിക്കില്ല. കുറേ പ്രാവശ്യം കെട്ട് പോകുന്നു. എന്താ ചെയ്യാ, നല്ല കാറ്റ്. അങ്ങനെ പൂജ സ്റ്റാർട്ട് ചെയ്തു. അവനെന്താ മാമ വാഴയിലും കൂടെ നിക്കണേ? ഇനി എന്തിന്? പൂജ കഴിഞ്ഞു. പിന്നെ അമ്മ, ഞാൻ, മേമ, ഞങ്ങൾ 3 പൂജയൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാം സെറ്റായി. ഇവര് 3 പേര് ഇങ്ങനെ വർഷത്തിലൊക്കെ ഇങ്ങനെ കൂടുമല്ലോ. അപ്പം ഇങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ 3 ആളും കൂടെ ഇങ്ങനെ വട്ടത്തിൽ നിന്ന് സംസാരിക്കും. പലതരത്തിലുള്ള വേഷങ്ങളൊക്കെ ഇങ്ങനെ വീടുകളിലൊക്കെ വരുമല്ലോ. മണപ്പുള്ളിക്കാവ് വേലന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ മണപ്പുള്ളി വേല ചെയ്തുകൊണ്ടാണ്. കള്ളന്മാരുടെ പോലെ ഉണ്ടല്ലേ പിള്ളേര്. വീട്ടിലും വന്നു കേസ്. അപ്പോൾ എൻ്റെ പട്ടി ഒരേ കൊര. ആള് പേടിച്ചു, പിന്നെ കൊടുത്തു. ഇത് കരിവേഷമാണ് കേസ്. പിന്നെ വന്നിട്ട് ചോറ് കഴിക്കാൻ തുടങ്ങി. മേമനിക്കൊക്കെ വിളമ്പി തരാണ്. സാധാരണ ഇറച്ചിയാണ് എടുക്കുക. ഇപ്രാവശ്യം സദ്യ ആക്കി ഞങ്ങള്. ഗുരുവായൂരമ്പലത്തിൽ പോയപ്പോൾ അമ്മ വാങ്ങിയിട്ട് വന്നാണ് നല്ല ചെറിയ പപ്പടം. ഞങ്ങൾ 3 പേര് നിലത്തന്നെ ഇരുന്നു ഫുഡൊക്കെ അങ്ങനെ കഴിച്ച് ഇങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞിട്ട് 1 ഗ്ലാസ് പായസം കുടിക്കാൻ കഴിച്ചു.
ഇതോടെ എൻ്റെ വയറ് ഫുള്ളായി.